ഹലോ ഫ്രണ്ട്സ്, അഖിലി ലേറ്റസ്റ്റ് റിവ്യൂ. അനന്തംപിള്ള പ്രതാപനോട് പറയുക, എന്നെപ്പോലെയല്ല എൻ്റെ ഭാര്യയും മകളും പഞ്ചപാവങ്ങളാ വർമ്മ സാറേ അവർ. എൻ്റെ മകൾ വർമ്മ സാറിൻ്റെ വീട്ടിലോട്ടാണ് വരുന്നതെങ്കിൽ അവൾക്ക് ജന്മാന്തര പുണ്യമുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. 2 കൈയുമെടുത്ത് തൊഴുതിട്ട് അനന്തംപിള്ള പറയുക, എൻ്റെ മകളെ സാർ ആ കുടുംബത്തിലോട്ട് കയറ്റി അനുഗ്രഹിക്കണം. ഇതെല്ലാം കേട്ട് വലിയ സന്തോഷത്തോടെ പ്രതാപം പറയാം, വളരെ സന്തോഷമായിടും അനന്തംപിള്ള. ഇതുവരെയുള്ള നമ്മുടെ എല്ലാ സർവ്വ പിണക്കങ്ങളും എല്ലാം ദാണ്ട് ഇവിടെ വെച്ച് തീർന്നു. എൻ്റെ അനന്തരവൻ ദീപക് തൻ്റെ മകളെ കല്യാണം കഴിക്കുന്നു. ഒരു കള്ള കണ്ണുനീരോടെ അനന്തംപിള്ള പറയുക, ഇത് കാലത്തിൻ്റെ കണക്ക് ചോദിപ്പാണ് വർമ്മ സാറേ. എൻ്റെ മകളുടെ വിവാഹത്തിന് അവളുടെ അച്ഛന് വരാൻ യോഗമില്ല. ആ സ്ഥാനത്ത് വർമ്മ സാർ ഉണ്ടായിരിക്കണം, അവളെ അനുഗ്രഹിക്കണം. പ്ലീസ് വർമ്മ സാറേ. അനന്തംപിള്ള അങ്ങനെ പറഞ്ഞതെല്ലാം കേട്ട് വിശ്വസിച്ച് ആ മഹാപരമ പൊട്ടൻ പ്രതാപൻ വളരെ സന്തോഷത്തോടെ രാജുവിനെയും ഋതികയും വിളിച്ചോണ്ട് പോവുകയാണ്. അനന്തംപിള്ള അവർ പോയതിന് ശേഷം ഒരു വല്ലാത്ത ചിരിയൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആര് മുഖാന്തരം ജയിലിലായോ അനന്തംപിള്ള, അവർ മുഖാന്തരം തന്നെ അനന്തംപിള്ളയെ വെളിയിൽ കൊണ്ടുവരണം. അതിനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു അവൻ്റെ ഈ പരിപാടിയൊക്കെ. വേണുവേട്ടൻ രാധമ്മയോട് പറയാം, കാര്യമൊക്കെ ആ തള്ള ഇവിടെ ഉള്ളപ്പോഴും ശല്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ വീട്ടിനകത്തൊരു ഓളം ഉണ്ടായിരുന്നു. കൊച്ചമ്മണി കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചാലും അവരുടെ എല്ലാ ഉള്ളിൽ കൊച്ചമ്മണിയോട് സ്നേഹമായിരുന്നു. കൊച്ചമ്മണി ഇല്ലാത്ത ആ ദുഃഖം അവിടെയുള്ള എല്ലാവർക്കും വിഷമം കൊടുക്കുന്നുണ്ട്. രാധമ്മ ചോദിക്കുന്നത്, വേണുവേട്ട ഇനി അവർ ദുബായിക്ക് തന്നെയാണോ പോയത്? അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അപ്പോൾ ജയനും പ്രിയയും കൂടെ അകത്തുനിന്ന് ഇങ്ങോട്ട് ഒരുങ്ങി വരിക. വേണുവേട്ടൻ പറ, ഇവനെ കണ്ടിട്ട് ഇവനും ദുബായിക്കാ പോവെന്ന് തോന്നല്ലോ. എങ്ങോട്ടാടാ? പ്രിയ പറ, ജയേട്ടൻ ജോലി തേടി സെക്രട്ടേറിയറ്റിലോട്ട് പോവുക. രാധമ്പ ചോദിക്കും, അതെന്താ പ്രിയ, സെക്രട്ടേറിയറ്റിലോട്ടാണ് ജോലി തേടി പോകുന്നത്? വേറെ എങ്ങും ജോലി കിട്ടില്ലേ? അംബികാ വർമ്മയുടെ PA ആയതിനു ശേഷം ജയേട്ടൻ ആ ജോലി അങ്ങ് ഇഷ്ടപ്പെട്ടമ്മേ. അതുകൊണ്ട് ഇനി PA ജോലി മാത്രമേ ചെയ്യൂന്ന് ജയേട്ടൻ ശപഥം ചെയ്തിരിക്കുക. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നല്ലോ, അപ്പോഴേതെങ്കിലും മന്ത്രിക്ക് PA വേണോന്ന് അറിയില്ലല്ലോ. ജയനിങ്ങനെ വലിയ ഗമയെ നിൽക്കുക. വേണുവേട്ടൻ ചോദിക്കും, എടാ നീ ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കറങ്ങാൻ പോവല്ലേടാ? എടി പ്രിയേ, എടി പോത്തെ, നീയും ഇവനെ പോലൊരു വിഡ്ഢിയായല്ലോ. അതാരാ പ്രിയ വരുന്നത്? പോസ്റ്റ്മാനോ? ഈ മൊബൈൽ വന്നപ്പം ഇപ്പോഴും പോസ്റ്റ്മാനൊക്കെ ഉണ്ടോ? ഞാൻ വിചാരിച്ച അതൊക്കെ അങ്ങ് അന്യം നിന്ന് പോയെന്ന്. അങ്ങനെ പോസ്റ്റ്മാൻ വന്നിട്ട് ചോദിക്കുന്നു, ശ്രീലക്ഷ്മി ഉണ്ടോ? അയ്യോ ഇല്ല, അവൾ അമ്പലത്തിൽ പോയിരിക്കുക. ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അയ്യോ എൻ്റെ കൈ തന്നാൽ മതി, അവള് വരാൻ കുറെ താമസിക്കുമല്ലോ എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ പോസ്റ്റ്മാൻ പറയാം, രജിസ്റ്റേർഡൊക്കെ അവരവരുടെ കയ്യിൽ കൊടുക്കണമെന്നാ നിയമം. അയ്യോ സാറേ, ഞാൻ അവളുടെ അച്ഛനും ദാണ്ടത് അവളുടെ അമ്മയുമാ. നിയമവിരുദ്ധവാ, എന്നാലും പോട്ടെ ഞാൻ തരാം, ഏതാണ്ട് ഇതിലൊന്ന് സൈൻ ചെയ്തേരെ എന്നും പറഞ്ഞ് വേണുവേട്ടനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ആ രജിസ്റ്റേർഡ് ലെറ്റർ വേണുവേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. വേണുവേട്ടൻ ലെറ്റർ പ്രിയയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എടി ഇതെന്താണെന്ന് നോക്കിക്കേ. പ്രിയ രജിസ്റ്റേർഡ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എടി എന്താടി പറയടി. അച്ഛാ, ഇത് ശ്രീലക്ഷ്മിക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് അച്ഛാ. ഡിവോഴ്സ് നോട്ടീസോ? അത്രയും പറഞ്ഞതേ ഉള്ളൂ. ദാണ്ട രാധമ്മ ബോധം കെട്ടങ്ങ് വീണ്. അയ്യോ അമ്മേ, കണ്ണു തുറക്കമ്മേ എന്നും പറഞ്ഞ് പ്രിയ ബഹളം വെക്കുവാണ്. ഈ സമയം അനന്തംപിള്ളയുടെ മകൾ നന്ദന പ്രതാപന്റെ വീട്ടിലങ്ങ് അധികാരം സ്ഥാപിച്ച പോലെയാണ് വരവൊക്കെ. യാമിനി അതിലെ പോകുമ്പോൾ ചെറിയമ്മേ എന്ന് വിളിക്കുന്നു. യാമിനിക്ക് അതങ്ങോട്ട് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ ഋതുമോളുടെ ചെറിയമ്മ, അപ്പോൾ ദീപിച്ചേട്ടൻ്റെ അവൻ്റെ ഒരു അമ്മായിയായിട്ടൊക്കെ വരും. എന്നാൽ അമ്മായി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഋതിക കുറേ അധികം മോശം വാക്കുകൾ ദീപുവേട്ടനെ കുറിച്ച് പറഞ്ഞു. ഒരാൾ ഇത്രയൊക്കെ മോശമാവുമോ? എന്തായാലും നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുമല്ലേ, കല്യാണമൊക്കെ കഴിയട്ടെ, ഒരാഴ്ച കഴിയുമ്പോൾ പഠിച്ചോളൂ. ഋതുമോൾ നുണയൊന്നും പറയില്ല, അവൾ പറഞ്ഞതൊക്കെ സത്യമാണ്. മോളെ, അവൻ്റെതൊരു വല്ലാത്ത സ്വഭാവം. ഒരു മനുഷ്യനും അവൻ്റെ അടുത്ത് അടുക്കാൻ കഴിയില്ല. ഒരു പെണ്ണ് കൊച്ചിനെ എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശപിച്ചിട്ട് അല്പം മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. മോൾ ഇവൻ്റെ അടിയും തൊഴിയും കൊണ്ട് ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ ഋതുമോള് പറഞ്ഞതാ ഇതൊക്കെ. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ. അപ്പോഴ അംബികാമ്മയോ ദീപുവേട്ടൻ്റെ അമ്മ? അയ്യോ എൻ്റെ പൊന്നോ, ഉള്ളത് പറയാമല്ലോ, ഇങ്ങനൊരു നെറികെട്ട അമ്മായിയമ്മ തപസിരുന്നാൽ പോലും ആർക്കും കിട്ടില്ല. ശിവകാമിയും അംബികയും ദീപക്കും കൂടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അംബിക പറയാം, ഇവിടെ കുറെ അസൂയക്കാരും പരദൂഷണക്കാരും ഒക്കെ ഉണ്ട്. അതൊന്നും ശിവകാമി കാര്യമാക്കണ്ട. ഓ, അതൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ, ഞാൻ അതൊന്നും അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ പ്രതാപനും രാജുവും ഋതികയും അനന്തംപിള്ളയെ കണ്ടിട്ടുള്ള വരവാണ്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, നല്ല കാര്യം. ഞങ്ങൾ പിള്ളേച്ചനെ പോയി കണ്ടു, സംസാരിച്ചു. ഇവർ പറഞ്ഞതൊക്കെ ശരിയാ. അനന്തംപിള്ള പാപ്പര, അയാളെൻ്റെ ശത്രുവായിരുന്നു. പക്ഷെ ശത്രുവിൻ്റെ അധപ്പതനം കണ്ട് ആനന്ദിക്കുന്നവനല്ല ഈ പ്രതാപവർമ്മ. മഹാഭാവിയായ ഒരാൾ മാനസാന്തരപ്പെട്ടാൽ അതിനേക്കാൾ വലിയൊരു സമ്മാനം ദൈവത്തിന് കൊടുക്കാനില്ല.
അനന്തംപിള്ള ആകെ അടിമുടി മാറിയിരിക്കുക. അതുകൊണ്ട് ചേച്ചി വാക്കുകൊടുത്ത പോലെ ദീപക്ക് വാക്കുകൊടുത്ത പോലെയും ഈ വിവാഹം നടക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അത് കേട്ടതും അംബികയുടെ ഒരു സന്തോഷം. അങ്ങനെ ശിവകാമിയും നന്ദനയും ദീപക്കും എല്ലാ കള്ളക്കൂട്ടരും അങ്ങനെ സന്തോഷിക്കുവാണ്. യാമിനിയും ഋതികയും രാജു ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ചില ഉപാധികളോടെ ഈ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കൂ. ഇവന്റെ പേരിൽ ഇനി ഒരു കംപ്ലൈന്റും എൻ്റെ മുന്നിൽ വരാൻ പാടില്ല. ഇന്നലെ വരെ ഇവൻ ചെയ്തിട്ടുള്ള എല്ലാ മര്യാദകേടുകളും ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കണ്ടീഷൻ, ദിവ്യ കുഞ്ഞുമായിട്ട് ഇവനെ ഉപേക്ഷിച്ച് പോയതാണെങ്കിലും അവൾ എപ്പോൾ തിരികെ വന്നാലും ആ കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവന് തന്നെയായിരിക്കും. പ്രതാപൻ ആ പറഞ്ഞത് മാത്രം അംബികയ്ക്കും മകനും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ നിബന്ധനകളൊക്കെ അംഗീകരിക്കാമെങ്കിൽ മാത്രം ഈ കല്യാണം നടത്താം. പ്രതാപൻ ദിവ്യയുടെയും കുഞ്ഞിന്റെയും കാര്യം പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അംബികയുടെയും ദീപക്കിന്റെയും ശിവകാമിയുടെയും മുഖത്തൊരു മൗനം. ശിവകാമിയും മകളും എന്തോ പിടിച്ചടക്കിയ ഒരു സന്തോഷം. അത്രയും നേരം പഞ്ചപാവത്തെ പോലെ ശിവകാമിയുടെ മുഖത്തൊരു ഭാവവ്യത്യാസം. എന്തോ ഒരർത്ഥം വെച്ച് നന്ദന ഇങ്ങനെ രാജുവിനെ നോക്കുന്നുണ്ട്. അനന്തംപിള്ളയാണെങ്കിൽ ജയിലിൽ കിടന്ന് ഭയങ്കര അട്ടഹസിച്ച് ചിരിക്കുക. മനുഷ്യൻ എന്നെ പിടിച്ച് ഏത് പാതാളത്തിൽ തളച്ചിട്ടാലും ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട്, കണ്ടില്ലേ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് ചിരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു പോലീസുകാരൻ വന്ന് ചോദിക്കുന്നു, എന്താ സാറേ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത്? എൻ്റെ ഓരോ വികൃതികൾ ഓർത്തങ്ങ് ചിരിച്ചു പോയതാടോ വിനോദേ. അയ്യോ, സാറ് വലിയ വികൃതിക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. എടോ, ഇപ്പോഴും അത് തന്നെ ആടോ ഈ അനന്തംപിള്ള? ഞാൻ കാട്ടിയ വികൃതികളും കുസൃതികളും ഒക്കെ അറിഞ്ഞാൽ ഒരു വലിയ പുസ്തകം തന്നെ എഴുതാവിടോ. അതൊക്കെ ഇരിക്കട്ടെ സാറേ, പ്രതാപവർമ്മ സാറും മകളും ഒക്കെ വന്നത് എന്തിനാ? പണ്ട് നിങ്ങളൊക്കെ തമ്മിൽ ശത്രുക്കളായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അനന്തംപിള്ള കളിയാക്കലും പൊട്ടിച്ചിരിയും തന്നെ. അതൊക്കെ പണ്ടായിരുന്നല്ലേ. എന്നാൽ ഇപ്പൊ വന്നിരിക്കുന്നത് ആത്മമിത്രങ്ങളായിട്ടാ. ഞങ്ങളിപ്പോൾ ബന്ധുക്കളാകാൻ പോവല്ലേ. എൻ്റെ മകളെ വർമ്മയുടെ അനന്തരവൻ വിവാഹം കഴിക്കാൻ പോവാ. എൻ്റെ സമ്മതം ചോദിക്കാനും വിവാഹം ഉറപ്പിക്കാനുമാണ് വർമ്മ ഇങ്ങോട്ട് വന്നത്. സാറ് സൂപ്രണ്ട് സാറിനെ കണ്ടെന്ന് സംസാരിക്കും. ചിലപ്പോൾ മകളുടെ കല്യാണത്തിന് ഒരു ദിവസത്തെ പരോളൊക്കെ കിട്ടിയേക്കും. മകളുടെ കല്യാണം എനിക്ക് ഇവിടെ കിടന്ന് കാണാവടോ. എൻ്റെ മനസ്സിൽ എത്ര പെട്ടെന്ന് സാറേ ശത്രുക്കളൊക്കെ മിത്രമായി മാറിയത്. ഈ അനന്തംപിള്ളയുടെ ശത്രുതയൊന്നും അങ്ങനെ എളുപ്പം തീരില്ലടോ വിനോദേ. ഭയങ്കര ദേഷ്യത്തോടെ പല്ല് കടിച്ചിട്ട് അനന്തംപിള്ള പറയാം, എൻ്റെ പകയും പ്രതികാരവും അടങ്ങത്തതുമില്ല. ഈ കല്യാണത്തിന് പിന്നിൽ എനിക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അനന്തംപിള്ള അങ്ങ് അട്ടഹസിച്ച് ചിരിക്കുവാണ്. പൊട്ടൻ പ്രതാപൻ. അവനവൻ്റെ ഭാര്യയെ മനസ്സിലാകത്തില്ല, അവൻ്റെ മകള് പറയുന്നത് മനസ്സിലാകത്തില്ല. അവനെ നശിപ്പിക്കാനായിട്ട് കൂടെ നിൽക്കുന്നവർ പറയുന്നത് മാത്രം അവൻ വിശ്വസിക്കും. രാധമ്മ കരഞ്ഞ് തളർന്നിരിക്കുക. ജയം പറയാം, നട്ടല്ലില്ലാത്ത കഴുത, വാക്കിന് വിലയില്ലാത്തവൻ. അവൻ വാക്ക് പറഞ്ഞതാ ശ്രീലക്ഷ്മിയായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്ന്. എന്നിട്ടാ അവൻ ഈ തെമ്മാടിത്തരം കാണിച്ചത്. എടാ ജയ, ഞാൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാ. അവനെ കൊണ്ട് രുക്മിണി ഇങ്ങനൊക്കെ ചെയ്യിക്കുമെന്ന് ഞാനും സംശയിച്ചിരുന്നു. എൻ്റെ അച്ഛ, ഈ രുക്മിണിയാ ഞാൻ ലോകത്തിൽ വെച്ച് കണ്ടതിൽ ഏറ്റവും വലിയ വിഷം. എടാ ജയ, രുക്മിണി എത്ര നിർബന്ധിച്ചാലും ആ ഹരീഷ് ചെയ്തത് മര്യാദയാണോ? ഒരു കാരണമില്ലാതെ കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാടാ? ഇവനെയൊക്കെ പിടിച്ച് കയ്യും കാലും തല്ലി ഓടിക്കണം. അച്ഛൻ പറഞ്ഞത് തന്നെ ശരി, അവൻ്റെ എല്ല് തല്ലി ഓടിക്കണം. പ്രിയ പറ, നിങ്ങൾ ആദ്യം രുക്മിണിയെ ശരിപ്പെടുത്തണം. അവരിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമ്മളോടുള്ള ഈ പക. വെറും കെട്ട കുടുംബം അത്. ആദ്യം ആ ഗോപിയേട്ടനെ അവരടിച്ച് പുറത്തിറക്കി, എന്നിട്ട് കരപ്രമാണിയായിട്ട് ഞെളിഞ്ഞ് നടക്കുക. എൻ്റെ അമ്മ ഇങ്ങനെ കരയാതെ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തൊലഞ്ഞു പോയില്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നു പോയില്ലേ? എടി രാധേ, നീ ഇങ്ങനെ കരയാതെ. കരഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിവാഹ ജീവിതം എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതൊന്നും അറിയാതെ ശ്രീലക്ഷ്മി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നുണ്ട്. പ്രിയ പറയാം, അമ്മേ ശ്രീ വരുന്നുണ്ട്, അവളോട് ഈ കാര്യം പറയണോ അമ്മേ? അയ്യോ മോളെ വേണ്ട, ഇപ്പൊ അവളോടൊന്നും പറയല്ലേ, അവൾ ആകെ തകർന്നു പോവും. ജയം പറയാം, അമ്മ ഇതിപ്പോൾ അറിയിക്കാതെ വെച്ചിട്ട് എന്ത് കാര്യം? എപ്പോഴായാലും അവൾ അറിയണ്ടേ? അമ്മേ, ജയേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. അവളോട് എന്തിനാ ഒളിപ്പിക്കുന്നത്? അച്ഛൻ എന്തു പറയുന്നു? എന്തായാലും അവളിതൊക്കെ അഭിമുഖീകരിക്കണ്ടേ? അപ്പോൾ പറയുന്നത് തന്നെ നല്ലത്. അമ്മേ, ദാണ്ട പ്രസാദം എന്നും പറഞ്ഞ ശ്രീലക്ഷ്മി രാധമ്മയുടെ നെറ്റിൽ ചന്ദനം തൊടിയിക്കാൻ വരുമ്പോൾ രാധമ്മ അങ്ങ് പൊട്ടിക്കരയാം. അയ്യോ, എന്താ അമ്മേ കരയുന്നേ? എന്താ, എല്ലാവർക്കും എന്തു പറ്റി? നിങ്ങൾ ആരെങ്കിലും കാര്യം എന്താണെന്ന് എന്നോട് പറ. ജയേട്ടനെങ്കിലും എന്നോട് കാര്യം എന്താണെന്ന് പറ. ശ്രീലക്ഷ്മി, ഇതെപ്പോഴായാലും അറിഞ്ഞേ പറ്റൂ. ഇവർക്കൊക്കെ ഇത് പറയാൻ വലിയ പ്രയാസമാണ്. ഞാൻ തന്നെ പറയാം. ഇത് കേട്ട് നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. എന്തിനും ഏതിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ജയേട്ടാ. അത് നിന്റെ പേരിൽ ഹരീഷ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. അത് കേട്ടതും ഇടിവെട്ടേറ്റതുപോലെ ശ്രീലക്ഷ്മി ഇങ്ങനെ നിൽക്കുക.
എന്നിട്ട് അമ്മയെന്നും പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. എനിക്കിത് ഹരീഷിനോട് ചോദിച്ചേ പറ്റൂ, ഞാൻ പോവുക, മോളെ പോവല്ലേ എന്നും പറഞ്ഞ് രാധമ്മ ഇങ്ങനെ പിടിച്ചു വെക്കുക. ഇല്ല അമ്മ, എന്നെ വിടൂ, എനിക്കിത് ചോദിച്ചേ പറ്റൂ. വേണുവേട്ടനും കരഞ്ഞുകൊണ്ട് പറയും, മോളിപ്പോൾ പോകണ്ട, ഇല്ല എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞ ശ്രീലക്ഷ്മി രാധമ്മയുടെ കൈ പിടിവിച്ചിട്ട് ഓടുവാണ് അങ്ങോട്ട്. വേണുവേട്ടൻ പുറകെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ജയൻ പറഞ്ഞു, അച്ഛൻ പോകരുത്, അച്ഛൻ പോയാൽ വലിയ പ്രശ്നമാകും. എടി പ്രിയ, നീ വേഗം രാജുവിനെ വിളിക്ക്. അങ്ങനെ പ്രിയ രാജുവിനെ വിളിച്ചുണ്ടായ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പറയുവാണ്. എന്താ രാജു, എന്താ? ഋതു വന്നേ, ഞാൻ പറയാം എന്നും പറഞ്ഞ് ഋതികയും കൂട്ടിയിട്ട് രാജു വരുവാണ്. ഹരീഷ് സോഫയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. രുക്മിണി അത് കണ്ടോണ്ട് മനസ്സിൽ പറയാം, ഡിവോഴ്സ് നോട്ടീസൊക്കെ ഇവൻ അയച്ചെങ്കിലും ഇവൻ്റെ മനസ്സിൽ നിന്ന് അവളങ്ങോട്ട് പോയിട്ടില്ല. എടാ മോനെ, ആ ഡിവോഴ്സ് പേപ്പർ അവിടെ കിട്ടുമ്പോഴേ എല്ലാം അവിടെ കിടന്നിളകും. എന്നിട്ട് എല്ലാം കൂടെ ഇറച്ചിങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. വരട്ടമ്മേ, അന്നേരം നോക്കാം. അല്ല അമ്മ എന്തിനാ ഇത്രയധികം പേടിക്കുന്നേ? എനിക്ക് ആരെയും പേടിയില്ല. ഈശനെയോ ബ്രഹ്മനെയോ ഈ രുക്മിണി വകവെക്കത്തില്ല. പിന്നെ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെ നീ അവരെ കാണുമ്പോൾ ഭാവം മാറാതിരുന്നാൽ മതി. ഞാനൊരു നിലപാട് എടുത്തിട്ടുണ്ടമ്മേ, അത് നല്ല ഉറച്ച നിലപാടാ. ആ നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. എനിക്കത് കേട്ടാൽ മതി മോനെ. ആ കെട്ട ബന്ധം അന്നേ അങ്ങ് പൊട്ടിച്ചെറിയേണ്ടതായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് ഹരീഷേ എന്നിങ്ങനെ വിളിക്കുവാണ്. ശ്രീലക്ഷ്മിയെ കണ്ടതും പെട്ടെന്ന് ഹരീഷ് അങ്ങ് എഴുന്നേറ്റ്. രുക്മിണി ചോദിക്കും, എന്താടി നിനക്ക് വേണ്ടത്? എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് ഹരീഷിനോട് സംസാരിക്കണം. ഇവനോട് നിനക്ക് എന്തുവാടി സംസാരിക്കാനുള്ളത്? അപ്പോൾ ശ്രീ എന്നും വിളിച്ചുകൊണ്ട് രാജുവും ഋതിയും അങ്ങോട്ട് ഓടി വരുവാണ്. ഹരീഷ് ശ്രീലക്ഷ്മിയോട് ചോദിക്കുക, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നമ്മൾ തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താനേ ഹരീഷ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചില്ലേ? അതിൽ സൈൻ ചെയ്തിരിക്കുന്ന ഹരീഷ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചതിന് എന്താ ഹരീഷെ മറുപടി പറയാത്തത്? ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത് ഹരീഷ് തന്നെ ആണോന്ന്? ഞാനും നീയും തമ്മിൽ ഇനി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. ഡിവോഴ്സ് വേണോന്ന് ആവശ്യപ്പെട്ടത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഹരീഷ് പോകാനൊരുങ്ങുമ്പോൾ ഋതിക, ഹരീഷേ അവിടെ നിന്ന് നിന്നേ, നീ അപമാനിച്ച് വിടുന്നത് നീ പ്രേമിച്ച് കല്യാണം കഴിച്ച നിന്റെ പെണ്ണിനെയാ. പാപവും ശാപവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാ. പക്ഷെ ഈ ശാപം നിന്റെ തലയ്ക്കടിക്കും. ഇന്നു മുതൽ അങ്ങോട്ട് നിന്റെ കഷ്ടകാലമാ ഹരീഷേ. നീ ഇന്നു മുതൽ കരയാൻ തുടങ്ങിക്കൂ. കരഞ്ഞ് ഒടുവിൽ നീ ഇവളുടെ കാല് പിടിക്കാൻ ഇവളുടെ മുന്നിൽ വരും. ഈ പറഞ്ഞത് ഉറപ്പാ, അത് നടന്നിരിക്കും. ശ്രീ നീ വാ എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി ഇങ്ങനെ വിളിച്ചോണ്ട് പോരുക. ശ്രീലക്ഷ്മി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരീഷിനെ. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ രാജുവും ഋതിയെയും ശ്രീലക്ഷ്മിയും കൊണ്ട് അങ്ങനെ തിരിച്ചു വരുവാണ്. ദീപക് മണവാളൻ ഇങ്ങനെ സങ്കല്പത്തിലിരിക്കും. അവളുടെ കഴുത്തിലോട്ട് ആ പശുക്കയറൊന്ന് കെട്ടുന്നത് വരെ ആകെ ഒരു ടെൻഷന്. ഒരിടങ്ങേറും വരാനില്ല, എന്നാലും കെട്ട് കഴിഞ്ഞാലുടൻ പട്ടിത്തൊടലിട്ട് ഞാനങ്ങ് കൊണ്ട് നടക്കില്ലേ. നന്ദന ദീപു എന്ന് വിളിച്ചുകൊണ്ട് ദീപക്കിൻ്റെ മുറിയിലോട്ട് വന്നിട്ട് പറയുക, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനെന്താ, കയറി വന്നോ ഇങ്ങോട്ട്. കല്യാണം കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ? മനസ്സിൽ പറയാ, കല്യാണത്തിന് മുമ്പും ഇത് ബെഡ്റൂം ആക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഇങ്ങോട്ട് കയറി വാ നന്ദു, ഇതായിരിക്കും നമ്മുടെ മണിയറ. അയ്യോ എന്നെ ഇങ്ങനെ നാണിപ്പിക്കല്ലേ ദീപു, ഞാനൊരു നാടൻ പെണ്ണാ. ഞാനിങ്ങോട്ട് കയറി വന്നതിൽ അപാകതയൊന്നുമില്ലല്ലേ? ഏയ് എന്ത് അപാകത? ഇനിയുള്ള ഈ ലൈഫ് മുഴുവനും നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ രണ്ട് അപാകതകളും ചേർന്ന് ഒരു ജീവിതപാത വെട്ടാൻ പോവാ. ഞാനിപ്പോൾ എൻ്റെ ദീപുവിനെ കാണാൻ വന്നതൊരു നന്ദി പറയാനാ. നന്ദിയോ? അതെന്തിനാ? എനിക്കൊരു ജീവിതം തരാനുള്ള കനിവ് തോന്നിയേന്. അയ്യോ എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇഷ്ടപ്പെട്ട പെണ്ണിന് ഞാനൊരു ജീവിതം തന്നു. അതൊരു കനിവൊന്നും അല്ല നന്ദു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കനിവ് തന്നെയാ. സത്യം പറഞ്ഞാൽ ഞാനൊരു പാവപ്പെട്ട തറവാട്ടുകാരിയാ. കാവും കുളവും സർപ്പക്കാവും കാവിലെ പാട്ടും കിളികളുടെ ശബ്ദവും. അയ്യോ നന്ദു, ഇതേതോ പൈങ്കിളി കഥയിലെ വാക്കുകളല്ലേ? അതെ, കാട്ടാറും കണ്ടിച്ചേമ്പും. ഞാൻ വായിച്ച നോവലാ, കാണാപ്പാടം പഠിച്ചതാ. അങ്ങനെ ഒരു തറവാട്ടിലെ പെണ്ണാ ഞാൻ. അനന്തംപിള്ളയുടെ മോള് തന്നെ. ശരിക്കും തകർത്ത് അഭിനയിക്കുന്നുണ്ടവൾ. എനിക്ക് ദീപുവിനെ പോലെ ഒരു രാജകുമാരനെ സ്വപ്നം കാണാൻ പറ്റുമോ? അത് കേട്ട് ദീപക് ഒരു വളിച്ച ചിരി ചിരിച്ചിട്ട് മനസ്സിൽ പറയുന്നു, ഞാൻ രാജകുമാരനാണോ അലവലാതിയാണോ എന്നൊക്കെ കല്യാണമെന്ന് കഴിയട്ടെ, നിന്നെ ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. ദീപു, ഞാൻ ഇപ്പോഴും ഇതൊരു സ്വപ്നമാണോ എന്നാ വിചാരിക്കുന്നേ? അയ്യോ നന്ദു, സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെ. സംശയം ഉണ്ടെങ്കിൽ കൈ ഇങ്ങോട്ട് നീട്ടിക്ക്, ഞാനൊന്ന് പിച്ചട്ടെ. ഇങ്ങോട്ട് കാണിക്ക് നന്ദു, ഞാനൊന്ന് പിച്ചട്ടെ. അപ്പം അമ്പി അങ്ങോട്ട് വന്നിട്ട് പിച്ചുകയും മാന്തുകയോ ഒന്നും വേണ്ട. ഇത് സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യമാ. അംബികാവർമ്മയുടെ മകൻ ദീപക് അനന്തംപിള്ളയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കും. അയ്യോ അമ്മ, ഞങ്ങൾ തങ്ങൾ സംസാരിക്കുന്നിടത്തോട്ട് അമ്മ വന്നിരിക്കുന്നു. എനിക്ക് നാണമാവുക. അമ്പടി കള്ളി, എന്തോരം അഭിനയമാടി നിൻ്റെത്. നീ എന്താണോ മനസ്സിൽ കണ്ടുകൊണ്ടവിടെ വന്നിരിക്കുന്നത്? നീ അംബികയുടെ നാശമാണോ, ദീപക്കിൻ്റെ നാശമാണോ, അതോ ഇനി ആ കുടുംബത്തിൻ്റെ സർവനാശമാണോ? അപ്പോൾ ഫ്രണ്ട്സ്,
എന്തായാലും പ്രതാപൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പ്രതാപൻ അതോ ഗതി. പാവം ഇതിൻ്റെയൊക്കെ നടുവിൽ കിടന്ന് ഋതികയും രാജുവിന് എന്തൊക്കെയാണോ അനുഭവിക്കാൻ പോകുന്നത് അതൊക്കെ അറിയാനായിട്ട് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.